ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, നീ മടുത്താൽ സാത്താൻ നിന്നെ എടുക്കും എന്ന യാഥാർത്ഥ്യമാണ്. ഒത്തിരി പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ധാരാളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. നേരത്തെ എനിക്ക് നല്ല പ്രാർത്ഥനയും അങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. അതല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ക്ഷീണം, ഉറക്കം, വായിക്കോട്ട, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. അതുകൊണ്ട് പഴയതുപോലെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പല വ്യക്തികളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മേഖല നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും നമ്മെ ഒന്ന് മടുപ്പിക്കുക, അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും സാത്താൻ നീക്കിക്കൊണ്ടിരിക്കും, നടത്തിക്കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് മടുപ്പിക്കുക. ബൈബിളിൽ തന്നെയാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് പല ബൈബിൾ കഥാപാത്രങ്ങൾ അതിശക്തരായിരുന്നവർ ഒരു കാലത്ത് അവർ തന്നെ പറയാം, ഞാൻ മടുത്തു, എനിക്ക് മടുപ്പായി ഇങ്ങനെയുള്ള കാര്യങ്ങളോട്. ഒരു 5 കാര്യങ്ങളിൽ ഒരിക്കലും നാം മടുപ്പ് കാണിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കത് പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധാലുക്കളാകാൻ പറ്റും. അതുപോലെ തന്നെ അപകടം ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സാത്താൻ്റെ ചില തന്ത്രങ്ങൾ നാം അറിയാതെ പോകരുത്. സാത്താൻ ഈ മാലാഖയുടെ വേഷം ധരിച്ച് നമ്മളെ വഴിതെറ്റിക്കാൻ വരും, സഹായിക്കാൻ എന്ന രീതിയിൽ അവൻ നമ്മളെ സമീപിക്കും. ഇതെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ്റെ ആ തന്ത്രം, അവൻ വിജയിക്കുന്നത് അവൻ്റെ തന്ത്രം കൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവന് നമ്മെ പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചെന്ന് വരും. നമ്മൾ വേണമെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് വീമ്പടിച്ച് അവസാനം അവൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിക്കഴിയുമ്പോഴായിരിക്കാം അബദ്ധം പറ്റി എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. അങ്ങനെ വീണുപോയ പല വ്യക്തികളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാത്താൻ്റെ ചില തന്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തേത്, ശരി നുണയെന്ന് ബോധ്യപ്പെടുത്തുക. നുണ ശരിയെന്ന്, അല്ലെങ്കിൽ അസത്യം സത്യമെന്ന് ബോധ്യപ്പെടുത്തുക. ഇതവൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. ഇനി നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ തന്ത്രം അവൻ ഉപയോഗിക്കുമ്പോൾ വീണുപോകാം. നമ്മളെക്കാളൊക്കെ എത്രയോ ദൈവത്തോട് അടുത്ത് നിന്ന വ്യക്തികളെന്ന് പറയാൻ പറ്റും ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വായും. എങ്ങനെയാണ് ഹവ്വായെ വഴിതെറ്റിക്കാനായിട്ട് സാത്താന് സാധിച്ചത്? അവൻ സത്യം നുണയെന്ന് അവളെ ബോധ്യപ്പെടുത്തി. ഇതൊന്ന് പറഞ്ഞ് ഇതൊന്നും കേട്ട് നിങ്ങളതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും, അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിച്ചോളുക എന്ന് പറഞ്ഞത് അവൾ വിശ്വസിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യ മാതാപിതാക്കൾക്ക് അതുമൂലം മനുഷ്യകുലത്തിന് വന്ന നഷ്ടം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിലാണ് ആ ഒരു കാര്യം, ഹവ്വായെ വഴിതെറ്റിച്ച സാത്താൻ്റെ തന്ത്രത്തെക്കുറിച്ച് നമ്മൾ കാണുക. യോഹന്നാൻ 8:44 സാത്താനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, അവൻ നുണയനും നുണ പറയുന്നവരുടെ പിതാവുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം അവൻ കാണിക്കാതിരിക്കില്ല, അവൻ്റെ തന്ത്രം അവൻ ഉപയോഗിക്കാതിരിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമത്തെ കാര്യം, സാത്താൻ്റെ വലിയ ഒരു ലക്ഷ്യമാണ് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ മുറിയിലൊന്ന് കയറി പറ്റുക. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി പറ്റി നമ്മുടെ പ്രാർത്ഥന ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. നമ്മൾ കാണുന്നുണ്ട്, പത്രോസ്ലിയ പോലും പറയുന്നുണ്ട്, 1 പത്രോസ് 3-ാം അധ്യായം 7-ാമത്തെ വചനം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇത് തടസ്സം വരും. തടസ്സം വരുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബന്ധങ്ങൾ മുറിയുക. അതുകൊണ്ട് സാത്താൻ വളരെ തന്ത്രപൂർവ്വം നമ്മുടെ ബന്ധങ്ങൾ മുറിക്കാൻ നോക്കും. അത് ദമ്പതികളുടെ ഇടയിലാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണെങ്കിലും മുറിക്കാൻ നോക്കും. സഹോദരങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ബന്ധമെല്ലാം നഷ്ടപ്പെട്ട് പണ്ട് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ ഇന്നിപ്പം കണ്ടു കഴിഞ്ഞാൽ അവരെ കൊല്ലണമെന്നുള്ള വാശിയിൽ കഴിയുന്ന സഹോദരങ്ങളെപ്പോലും നമ്മൾ കണ്ടെത്തിയെന്ന് വരും. അവിടെയെല്ലാം വിജയിച്ചാരാ? സാത്താൻ. അവൻ്റെ തന്ത്രം ഏറ്റു എന്നുള്ളതാണ്. യൂതിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഹോളോഫർണസ് ഇസ്രായേൽക്കാരെ പരാജയപ്പെടുത്താൻ അവൻ കണ്ടുപിടിച്ച ഒരു മാർഗമുണ്ട്. അവരുടെ വാട്ടർ സോഴ്സ്, ജലസംഭരണി പിടിച്ചടക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് എളുപ്പമായി ഇവരെ അശക്തരാക്കാനും മരണത്തിലേക്ക് തള്ളിവിടാനും. അങ്ങനെ കുറേ പേര് മരിച്ചു കഴിയുമ്പോൾ അവർ തനിക്ക് കീഴടങ്ങും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവനത് ചെയ്തത്. അവരുടെ ജലസംഭരണി പിടിച്ചടക്കി, അവിടെ കാവലേർപ്പെടുത്തി. ആരവിടെ വന്നാലും അവരെ കൊല്ലുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി. അതുകൊണ്ട് തന്നെ അവർ ഉണ്ടായിരുന്ന വെള്ളം അത് റിസർവ് ചെയ്ത് വെച്ച് അതിൽ നിന്നും കുറച്ച് അളന്നളന്ന് കുടിക്കുന്ന ആ ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കുറേ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ പോലും ആശയറ്റ് വീണ് മരിക്കാൻ തുടങ്ങി. അവസാനം അവർ തന്നെ പറഞ്ഞു, ഇങ്ങനെ പോകുന്നതിനേക്കാൾ ഭേദം ഹോളോഫർണസിൻ്റെ അടിമകളാകുന്നതാണ്, അത്യാവശ്യം നമുക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ. എന്താണ് ശരിക്കും പറഞ്ഞാൽ ദൈവമക്കളുടെ ജലസംഭരണി
പ്രാർത്ഥനാ ജീവിതം. അതെങ്ങനെയെങ്കിലും പിടിച്ചടക്കാനുള്ള ഒരു ലക്ഷ്യം സാത്താനുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാലും പ്രാർത്ഥന നിർത്താൻ നമ്മൾ നോക്കരുത്. എങ്ങനെയെങ്കിലും ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനും നമ്മുടെ പ്രാർത്ഥന തുടരാനും നമുക്ക് സാധിക്കണം. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പ്രാർത്ഥന ബലികഴിച്ച് ഒരു ശുശ്രൂഷയ്ക്കും പോയിട്ടില്ല. പകൽ മുഴുവൻ അധ്വാനിച്ച വ്യക്തിയായിരുന്നിട്ടും രാത്രി മലമുകളിൽ കയറി പ്രാർത്ഥിക്കുന്ന രംഗമാണ് ലൂക്ക 21:37 നമ്മൾ കാണുക. അതാണ് ശരിക്കും നമുക്കൊരു മാതൃകയാകേണ്ടത്. നമുക്ക് ശരീരത്തിന് ക്ഷീണവും അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥന ഇല്ലാതാക്കിയാൽ, അല്ലെങ്കിൽ ജോലി തിരക്കിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥന ഇല്ലാതാക്കിയാൽ നമ്മൾ അപകടമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്. മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സാത്താൻ്റെ ഒരു തന്ത്രം, അവൻ നമ്മളെ എങ്ങനെയെങ്കിലും പ്രേരിപ്പിച്ച് പാപം ചെയ്യിക്കും. ചിലർ സഹി കെട്ടിട്ടാകാം. വേറെ ചിലർ ആ പ്രേരണയിൽ വശംവദരായി ഒരു പാപം ചെയ്യും. പാപം ചെയ്തു കഴിഞ്ഞാൽ സാത്താൻ ചെയ്യുന്നൊരു കാര്യം, അവർക്കെതിരെ തിരിയും. നീ പാപം ചെയ്തില്ലേ, ഇനി നിനക്ക് രക്ഷയില്ല. അങ്ങനെ പറഞ്ഞ് അവരെ കൂടുതൽ പാപത്തിലേക്കോ നിരാശയിലേക്കോ തള്ളിവിടാൻ സാത്താൻ പരിശ്രമിക്കും. അതും അവൻ്റെ ഒരു നമ്പറാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. സാത്താൻ അവൻ്റെ അസൂയ മൂലം എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ഈ പദ്ധതി തകർക്കണം, ദൈവജനം ഇത് സ്വീകരിക്കാതിരിക്കാനുള്ള വഴി നോക്കണം. അതവൻ നോക്കി അവരെ പാപത്തിലേക്ക് നയിച്ചു. പാപത്തോടൊപ്പം മരണവും അവൻ്റെ ജീവിതത്തിലേക്ക്, മനുഷ്യമക്കളുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, സാത്താൻ എങ്ങനെയെങ്കിലും ദൈവജനത്തെ അടിമകളാക്കാൻ നോക്കും. അവൻ്റെ ഒരു നമ്പറാണ്. 2 തീമോത്തി 2-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നതാണ്, അവൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിനായി നമ്മെ അടിമകളാക്കും. അവൻ്റെ അടിമയായാൽ അവൻ പറയുന്നത് പോലെ നമ്മൾ കേൾക്കും. ദൈവം പറയുന്നതുകൊണ്ട് നമുക്ക് കേൾക്കാനും പറ്റത്തില്ല. ദൈവത്തെ സ്നേഹിക്കണമെന്നോ ദൈവത്തെ അനുസരിക്കണമെന്നോ ഉള്ള ആ ഒരു താല്പര്യം നമുക്ക് കുറഞ്ഞു പോകും. വചനം പറയുകയാണ്, വേണമെങ്കിൽ നിനക്ക് സുബോധം വീണ്ടെടുത്ത് ആ അടിമത്തത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റും. നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം. അത് അല്ല എങ്കിൽ നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്കിനി ഈ മടുപ്പ് എന്ന് പറയുന്നത് സാത്താൻ്റെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് കാണും. അതവൻ്റെ തുറുപ്പ് ചീട്ടാണ്, ട്രംപ് കാർഡ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നമ്മൾ മുൻകരുതലെടുക്കാൻ തയ്യാറാകണം. സംഖ്യ 11:11 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മോശയ്ക്ക് പോലും ഈ മടുപ്പ് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. യൂദാസിൻ്റെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വചനം മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിനി ആ 5 കാര്യങ്ങൾ, മടുപ്പരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഗലാത്യർ 6:9, ഹെബ്രായർ 13:16, നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. പ്രഭാഷകൻ 7:10 വായിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. യെശയ്യാ 47:13 വായിക്കുമ്പോൾ ഉപദേശങ്ങളോട് മടുപ്പരുത്. സംഖ്യ 11:11 മുതൽ വായിക്കുമ്പോൾ ശുശ്രൂഷയിൽ മടുപ്പരുത്. സുഭാഷിതങ്ങൾ 3:11 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശാസനയോട് മടുപ്പരുത്. കർത്താവിനെ പ്രതി സഹിക്കുന്നതിൽ നമ്മൾ സന്നദ്ധരായി മാറണം. അത് ഞാൻ സഹിച്ചു മടുത്തു എന്നുള്ള ആ ഒരു കാര്യം പറയരുത്. ഹെബ്രായർ 12:7 മുതൽ വായിച്ചാൽ നമ്മളെ ദൈവമക്കളാക്കാൻ വേണ്ടിയാണ് അവൻ നമ്മളെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും. ഇക്കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നിറവേറ്റുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. മടുപ്പ് കൂടപ്പുറപ്പാക്കിയിരിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.